നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക 7. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ബാലകാണ്ഡത്തിലെ ചാപഭഞ്ജനം, അതുപോലെ തന്നെ സീതാവിവാഹം, സീതാവൃത്താന്തം, അയോധ്യായാത്ര, പരശുരാമ ശ്രീരാമ സമാഗമം, അതുപോലെ തന്നെ അയോധ്യാവാസം എന്നീ ഭാഗങ്ങളാണ്. ഇത്രയും ഭാഗങ്ങളോടുകൂടി ബാലകാണ്ഡം ഉമാമഹേശ്വര സംവാദത്തോടെ പരിസമാപ്തിയിൽ എത്തുകയാണ്. നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞത് അഹല്യാമോക്ഷം വരെയാണ്. അതായത് രാമലക്ഷ്മണന്മാരും മിഥിലാപുരിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്കാണ് കല്ലായി കിടക്കുന്ന അഹല്യയെ കണ്ടിട്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയത് ശ്രീരാമൻ. അതുവരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ അഹല്യാമോക്ഷമൊക്കെ കഴിഞ്ഞിട്ട് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം മിഥിലാപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മഹർഷിമാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് താമസിക്കാനായിട്ട് ഒരു പ്രത്യേകം മുനിവാടം എന്നുള്ള പേരിൽ ചെറിയൊരു ആശ്രമത്തിൻ്റെ രൂപത്തിലൊക്കെ അങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അവിടേക്കായിരിക്കും അവരെത്തുക. അവിടെ എത്തി അപ്പോൾ നല്ല രാമനും ലക്ഷ്മണനും എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടേക്ക് എത്തിയത്. അങ്ങനെ എത്തിയ സമയത്ത് അവിടെയുള്ള ഭൃത്യന്മാർ രാജാവിനെ പോയിട്ട് വിവരം അറിയിക്കും, ഇവിടെ ഇന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനും ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ജനക മഹാരാജാവ് തൻ്റെ പുരോഹിതന്റെ ഒപ്പം ഇവരെ കാണാനായിട്ട് വരികയാണ്, പൂജാദ്രവ്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ വന്നു, കണ്ടു, തൊഴുത്, നമസ്കരിച്ച് അദ്ദേഹം വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ സ്വീകരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണ് ശ്രീരാമനെയും ലക്ഷ്മണന്മാരെയും, അതായത് സൂര്യൻ്റെയും അതേ ചന്ദ്രൻ്റെയും ഒക്കെ ആ തേജസ് ഉള്ള ആ കുട്ടികളെ, ആ കുമാരന്മാരെ കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ ചോദിക്കുകയാണ് വിശ്വാമിത്രന്റെ അടുത്ത്, ഈ കുമാരന്മാർ, ഇത്രയധികം തേജസ്സുള്ള ഈ കുമാരന്മാർ ആരാണ്? ഇവരെ കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഇവരാരുടെ പുത്രന്മാരാണ് എന്ന് ചോദിച്ചു. അങ്ങനെ വിശ്വാമിത്രൻ പറയാണ്, ഇത് അയോധ്യയിലുള്ള ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. ഇത് മൂത്ത ആളാണ്, ജ്യേഷ്ഠനാണ്, ശ്രീരാമൻ എന്നാണ് പേര്. ഇത് രണ്ടാമത്തെ ആള് അനുജൻ ലക്ഷ്മണനാണ് എന്ന് പറഞ്ഞു. പിന്നെ അവർ വന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ, വരുമ്പോൾ സംഭവിച്ച ഓരോ കാര്യങ്ങൾ. അതായത് അയോധ്യയിൽ നിന്ന് തിരിച്ചപ്പോൾ താടകാവനം എന്നുള്ള ഒരു വനത്തിൽ അകപ്പെട്ടു. അവിടെ താടക എന്ന് പറഞ്ഞിട്ടുള്ള ഘോരരൂപിയായിട്ടുള്ള രാക്ഷസിയെ ഒറ്റ ഒരു അമ്പുകൊണ്ടാണ് ശ്രീരാമൻ വധിച്ചത്. ഹൃദയം പിളർത്തിയിട്ടാണ് വധിച്ചത്. അങ്ങനെ ആ താടകയ്ക്ക് മോക്ഷം കൊടുത്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീരാമൻ അവിടെ ബുദ്ധിമുട്ട് നൽകിക്കൊണ്ടിരുന്ന ആ സുബാഹുവിനെയും മരീചിനെയും തോൽപ്പിച്ച് കളഞ്ഞു, സുബാഹുവിനെ വധിച്ചു. അതിൽ നിന്ന് എൻ്റെ യാഗത്തെ അവരെ രക്ഷിച്ചു. അതും കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് അഹല്യ എന്ന കല്ലായി കിടക്കുന്ന ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു അതായത് ഗൗതമ ബുദ്ധൻ്റെ പത്നിയാണ്, അവർക്ക് ശാപമോക്ഷം നൽകി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് മിഥിലയിലേക്ക് വന്നത്. അത് അങ്ങയുടെ യാഗത്തിൽ പങ്കുകൊള്ളുവാനും അതേപോലെ തന്നെ അങ്ങയ്ക്ക് ലഭിച്ചിരിക്കുന്ന ആ ശൈവചാപം ഒന്ന് കാണുവാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായിട്ടോ രാജാവിന്. കാരണം തങ്ങളെ കാണാനും ആ ശൈവചാപം എല്ലാം കാണാനും അതെല്ലാം പരിഗണിച്ച് ഇവർ വന്നല്ലോ, അതിൽ വലിയ സന്തോഷം തോന്നി. അങ്ങനെ വിശ്വാമിത്രൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാണ്, എത്രയും പെട്ടെന്ന് ആ ശൈവചാപം ശ്രീരാമന് കാട്ടിക്കൊടുത്താലും അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അയോധ്യയിലേക്ക് യാത്ര തിരിക്കാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജനക മഹാരാജാവ് പറഞ്ഞു, ഇപ്പൊ തന്നെ കാണിച്ചു തരാം, ഈ ഒരു വില്ലുണ്ടല്ലോ, അതിൽ ഞാൻ കെട്ടുകയാണെങ്കിൽ, ശ്രീരാമന് ഞാൻ കെട്ടുവാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ പുത്രിയെ സീതയെ ഞാൻ ശ്രീരാമന് വിവാഹവും ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എത്രയും പെട്ടെന്ന് ആ ശൈവചാപത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജാവ് കൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1000 ഭടന്മാർ ചേർന്നിട്ട് ഒരു വലിയ വണ്ടിയിൽ ഉന്തിയും തള്ളിയും വലിച്ചിട്ടൊക്കെയാണ് ഈ ശൈവചാപം കൊണ്ടുവരുന്നത്. അത്രയും കനമുണ്ട് അതിനെ. 100 മണികളൊക്കെ അതിലിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. വജ്രങ്ങളും അതേപോലെ തന്നെ പലതരം മുത്തുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല കനമുള്ള ഒരു ശൈവചാപമായിരുന്നു അത്. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് രാമൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, രാമൻ്റെ ആ ഒരു പട്ടിൻ്റെ ആ ഒരു എന്താ പറയുക പീതാംബരം ഒക്കെ നന്നായി ഒന്ന് മുറുകെ ചുറ്റിയിട്ട് അദ്ദേഹം ആ വില്ലൊന്ന് തൊട്ട് നിറുകിൽ വെച്ചിട്ട് ആ വില്ലെടുക്കാമോ കുലയ്ക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എഴുത്തച്ഛൻ. നല്ല ഭംഗി ആ ഭാഗത്തുള്ള വർണ്ണനങ്ങളൊക്കെ വായിക്കാനും കേൾക്കാനും ഒക്കെ നല്ല രസം അത് കേൾക്കാൻ.
അങ്ങനെ എന്ത് ചെയ്തു, ഇടത്തെ കൈകൊണ്ട് ആ വില്ലെടുത്ത് വലത്തെ കൈകൊണ്ട് ഞാൻ കെട്ടി ഒരമ്പെടുത്ത് ഇങ്ങനെ വലിക്കുന്ന ആ ഒരു സമയത്ത് ഈ വില്ല് രണ്ടായിട്ട് അങ്ങോട്ട് മുറിഞ്ഞു. ഇടി വെട്ടുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതേപോലെ നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ എന്നാ പറയുന്നേ. അത്രയധികം അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും ആ ഒരു ശബ്ദം കേട്ടിട്ട്, ഈ വില്ലൊടിയുന്ന ശബ്ദം കേട്ടിട്ട്. ആകാശത്ത് നിന്ന് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നാ പറയുന്നത് ഈ ശ്രീരാമൻ വില്ലൊടിക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ടോ, കാരണം ആർക്കും എടുത്താൽ പൊങ്ങാത്ത ഒരു വില്ലായിരുന്നു അത് ശ്രീരാമൻ എടുത്ത് ഞാൻ കെട്ടി വില്ലൊടിച്ചു. അത്രയും ശക്തിമാനായിട്ടുള്ള ആ ഒരു കുമാരനെ കണ്ട് ജനക മഹാരാജാവിനും അത്യധികം സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളായിരുന്നു കേട്ടോ. ഈ വില്ലൊടിച്ച വാർത്തയൊക്കെ കേട്ടിട്ട് സീതാദേവി അന്തപുരത്തിലിരിക്കുകയായിരുന്നു. ആ മാതാവ് പോയിട്ട് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളായി. അപ്പോൾ നമ്മുടെ സീതാദേവി സ്വർണ്ണവർണ്ണത്തോട് കൂടിയിട്ടുള്ള സീതാദേവി എന്താ പറയാ, രത്നങ്ങളും മുത്തുകളും എല്ലാം പതിപ്പിച്ച ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട്, സർവാഭരണ വിഭൂഷിതയായിട്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് വരണമാല്യവുമായിട്ട് ഈ രാമന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ആദ്യം രാമനെ കണ്ട പാടെ നേത്രോൽപ്പല മാലയാണ് അണിഞ്ഞതെന്നാ പറയുന്നത്. അതായത് കണ്ണുകൾ കൊണ്ടാണ് ആദ്യം ഒരു മാല അണിഞ്ഞത്, പിന്നെയാണ് ഈ കൊണ്ടുവന്ന വരണമാല്യം ശ്രീരാമനെ ചാർത്തുന്നത്. അങ്ങനെ ജനക മഹാരാജാവ് പറഞ്ഞു, ഇനിയിപ്പോൾ വിവാഹം നടക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ, അതായത് ശ്രീരാമചന്ദ്രൻ്റെ പിതാവും മാതാവും ഒക്കെ അവിടെ സന്നിഹിതരായിരിക്കണമല്ലോ. എത്രയും പെട്ടെന്ന് അവരെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനായിട്ട് ദൂതന്മാരെ പറഞ്ഞയച്ചു. പെട്ടെന്ന് കൊണ്ടുവരണമല്ലോ, കുതിരപ്പുറത്ത് കയറിയിട്ടാണ് ദൂതന്മാരെ അയോധ്യയിലേക്ക് യാത്രയായത് കേട്ടോ. അവിടെ ചെന്ന് ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാജാവിനും വലിയ സന്തോഷമായി. അദ്ദേഹം തൻ്റെ പത്നിമാരോടൊപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ മിഥിലയിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. അതായത് മണ്ഡപമൊക്കെ ഒരുങ്ങി, മണ്ഡപത്തിലെ നമ്മുടെ ശ്രീരാമനെ ജനക മഹാരാജാവ് ഒരു രത്നങ്ങൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു പീഠമാണ് അവിടെ കൊണ്ടുപോയി ഇരുത്തി. തൊട്ടടുത്ത് തന്നെ വസിഷ്ഠമുനിയെയും അതേപോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയെയും ഇടത്തും വലത്തുമായിട്ട് ഇരുത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ പുരോഹിതനാണ്, ജനക മഹാരാജാവിന്റെ പുരോഹിതനാണ് ഈ പൂജയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സീതാദേവി അവിടേക്ക് വരികയാണ് കേട്ടോ. പിന്നെ ദശരഥ മഹാരാജാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാമന്റെ പാദസേവ, അദ്ദേഹത്തിന്റെ പാദം കഴുകിയിട്ട് ആ ഒരു തീർത്ഥമെടുത്ത് തൻ്റെ ശിരസിൽ ഇങ്ങനെ തളിക്കുന്ന ആ ഒരു ചടങ്ങ് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അത് എത്രത്തോളം മഹത്വമുള്ള ഒരു കാര്യമാണെന്ന്. കാരണം സാക്ഷാൽ ഭഗവാന്റെ പാദമാണ് ഇത് ജലം കൊണ്ട് കഴുകിയിരിക്കുന്നത്. ആ ഒരു തീർത്ഥത്തിന്റെ മഹാത്മ്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കന്യാദാനമാണ് കേട്ടോ. ശ്രീരാമന്റെ കൈകളിലെ സീതാദേവിയുടെ കൈ പിടിച്ചിട്ട് ജനക മഹാരാജാവ് ഏൽപ്പിക്കുകയാണ്. ഇതാ ഞാൻ എൻ്റെ സീതയെ അങ്ങേക്ക് തന്നിരിക്കുന്നു, സന്തുഷ്ടരായിട്ട് ജീവിച്ചോളൂ, അല്ലെങ്കിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കന്യാദാന ചടങ്ങും കൂടെ അങ്ങനെ അവസാനിച്ചു. അതും കഴിഞ്ഞ് ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് പറയാണ്, ദശരഥന് ഇനിയും 3 പുത്രന്മാരുണ്ടല്ലോ, ലക്ഷ്മണനും അതേപോലെ ഭരതനും ശത്രുഘ്നനും. തനിക്കും തൻ്റെ അനുജനും കൂടെ വേറെയും 3 പുത്രന്മാരുണ്ട്. അപ്പോൾ ആ പുത്രന്മാരെ കൊണ്ട് ഈ പുത്രന്മാരെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ ഇതിലും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അത് പറഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവിനും ഇരട്ടി സന്തോഷമായിട്ടോ, എല്ലാ പുത്രന്മാരുടെയും വിവാഹം കഴിയല്ലേ. അപ്പോൾ അതും സമ്മതമായി. അടുത്തത് അവരുടെ വിവാഹമാണ് നടക്കുന്നത്. ജനക മഹാരാജാവിന് ഒരു മകൾ കൂടിയുണ്ട്, ഊർമിള. ഊർമിളയെ ലക്ഷ്മണന് വിവാഹം ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞ് തൻ്റെ അനുജന് 2 മക്കളുണ്ട്, മാണ്ഡവിയെ ഭരതനും അതേപോലെ ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാവരും തൻ്റെ മാതാപിതാക്കളെ നമസ്കരിച്ച് എല്ലാവരുടെയും വിവാഹം, 4 പേരുടെയും വിവാഹം, 4 പുത്രന്മാരുടെയും വിവാഹം മംഗളകരമായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരികെ എല്ലാവരെയും അയോധ്യയിലേക്ക് യാത്രയാക്കുകയാണ് കേട്ടോ. അപ്പോൾ വസിഷ്ഠമുനിയുണ്ട്, വിശ്വാമിത്ര മഹർഷിയുണ്ട്, ദശരഥ മഹാരാജാവും പത്നിമാരും ഈ 4 പുത്രന്മാരും അവരുടെ പത്നിമാരും എല്ലാവരും കൂടി യാത്രയാക്കാണ്. അതിൽ വിശ്വാമിത്ര മഹർഷി തപസ്സു ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമാലയത്തിലേക്കാണ് പോകുന്നത്. ബാക്കി എല്ലാവരെയും സന്തോഷത്തോടെ ജനക മഹാരാജാവ് അയോധ്യയിലേക്ക് യാത്രയാക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നിരഞ്ജനയുടെ പാരായണം കേൾക്കാട്ടോ. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട,
കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു. മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമിടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നുരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടും ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സവിക്കും അപ്സര സ്ത്രീകളെല്ലാം. ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു. നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രം മുൻപിൽ സത്രപം വിനീതയായി. വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപയായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും. ആനന്ദാഭുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനിക്കാലത്തെ കളയാതെ. പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭഗവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി. നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാ. ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരീദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു
ഭൂതേശ വിധിമുനി രാതികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും. ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനുരൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു താൻ സീത എന്നൊരു നാമം വിളിച്ചേനതുമൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളി നാനൊരു ദിനം. എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ നീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു. രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു തവ വേശ്മണി തൽക്കാരണത്താൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ. ഇത്തം നാരദനരുളി ചെയ്തു മറിഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നഗവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസനചാപം മുറിച്ചിടുന്ന പുമാൻ. ഭർത്താവാകുന്നത് നൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനെന്ന് പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവത മെല്ലാമകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. കൽമഷമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമാദരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകഭേരി തൂര്യഘോഷണങ്ങളോടും മൃദ്യനാദങ്ങൾ തേടും വീണയും കുഴലുകൾ. ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണവേഷങ്ങളോടും ആനത്തേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാധ്യാദികളോടും
വേഗമോടയോധ്യയ്ക്കാമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവും ഉണ്ടാകുമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ. ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യും നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരധനിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബന്ധവാനാലാസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ വീർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജഗദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദ്ധായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്ഥയാ പിതൃഗണതർപ്പണം ചെയ്തനാഥ. കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗൂപതേ കാൽത്തളീരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിടും വണ്ണം വക്ത്രവും മധ്യാനാർമർക്കലമണ്ഡലം പോലെ ദീപ്ത്യാസത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനിത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവ ചാപം ഖണ്ഡിച്ചതിൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീതു കൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്തവൻ. അല്ലാകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ. ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിസ്യനന്ദനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപവും ഉണ്ടായി വന്നു വിരിഞ്ചത നയനനും.
മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കെന്തോന്നുള്ളതു തപോനിതേ സ്വാശ്രമ കുലധർമ്മമെങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിൻ അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർത്ഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീനതേ ഭേദവുമെനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്കു തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാകവേണ്ട. സുന്ദരൻ സുകുമാര നിന്ദിരാപതി രാമൻ കന്ദർപ്പകളേബരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂഡാരവിന്ദമന്ദിര മഹേന്ദ്രാദി വൃന്ദാര കേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥൻ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞോരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടേണം ദയാനിതേ. മാർഗടം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം. മാർഗടം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം. ഭൂപതി ദശരഥൻ താനതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ. ഗാഠമായാശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം. കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോടു നടന്നിടിനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. മൈഥിലിയോടും നിജനന്ദനനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാ പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ.
സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനമരാലയെ വാഴും പോലെ. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു. തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ. തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ.